ടാരോ പരിഹരിക്കാനുള്ള ടൂളല്ല. പ്രശ്നം കണ്ടെത്താനുള്ള ടൂളാണ്. കണ്ടെത്താനാണ്. ഒരു ദിവസം നേരം വെളുച്ചാകുമ്പോൾ എൻ്റെ ഫോട്ടോ നോക്കിയിട്ട് പ്രാർത്ഥിച്ച ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരുപാട് പേരുണ്ട്. ഇത് ഗംഗമ്മ പറയുമ്പോൾ തള്ളാന്ന് പ്രേക്ഷകർക്ക് തോന്നാം. അല്ലാന്നുള്ളതിൻ്റെ തെളിവുകൾ ഇത് ചിലർ പറഞ്ഞ തെളിവുകൾ വേണം. എനിക്ക് ആരെയാ അത് പ്രൂവ് ചെയ്യാനുള്ളത്? ഗംഗമ്മ എപ്പോഴും പറയും ഗംഗാമ്മയ്ക്ക് ഗുരു ഇല്ല. എന്തുകൊണ്ട് ഗുരു ഇല്ലാണ്ടായി? എല്ലാവരും ഞാൻ പോയി തേടിയിട്ടുണ്ട്. ഇവരാരും എന്നെ സ്വീകരിച്ചില്ല. പക്ഷേ എൻ്റെ ഗുരു എൻ്റെ ഉള്ളിലുണ്ടെന്ന് എന്നെ പഠിപ്പിച്ചത് പ്രപഞ്ചമാണ്. ഞാൻ എന്നിലേക്ക് തിരഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഉണ്ടായത്. നമസ്കാരം ഗംഗാമ്മേ. നമസ്തേ. പുണ്യത്തിലേക്ക് സ്വാഗതം. നമസ്തേ. പുണ്യത്തിൻ്റെ ഒരു അഭിമുഖമായതുകൊണ്ട് തന്നെ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ടാരോ കാർഡിൻ്റെ ചില പ്രത്യേകതകളുണ്ടല്ലോ. നമ്മളത് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ടാരോ കാർഡിനകത്ത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുമോ? ടാരോ പരിഹരിക്കാനുള്ള ടൂളല്ല. പ്രശ്നം കണ്ടെത്താനാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും? അതൊരു മനുഷ്യനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ടാരോയിൽ കണ്ടെത്താം. എന്ത് പ്രശ്നവും കണ്ടെത്താം. അപ്പോൾ ഞാനൊരു സംശയം, സ്വാഭാവികമായിട്ട് ഇത് കാണുന്ന ആൾക്കാർക്കെല്ലാം ഉണ്ടാവും. നമ്മളിവിടെ ജ്യോതിഷമുണ്ട്, അതായത് പ്രശ്നം വെച്ച് നോക്കുന്നുണ്ട്, മഷിനോട്ടമുണ്ട്, മറ്റ് പല വിധത്തിലുമുള്ള കാര്യങ്ങളിൽ കൂടെ നമ്മുടെ പ്രശ്നങ്ങളെ കണ്ടുപിടിക്കാൻ ജാതകമൊക്കെ വായിച്ചാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഗ്രഹനിലയൊക്കെ എടുത്താൽ മനസ്സിലാവും. അങ്ങനെ എല്ലാം ഒരുപാട് ഇതുള്ളപ്പോഴും ടാരോയ്ക്ക് എന്താണ് പ്രത്യേകതകൾ? അത് വായിക്കുന്ന ആളിപ്പോൾ ഞാൻ കുറേ ആൾക്കാരെ റീഡിങ് എടുത്തു. എക്സ്പീരിയൻസ് മോൻക്കും അറിയാം. ഒരുപാട് ആൾക്കാരെ റീഡിങ് എടുത്തുള്ളതാണ്. അവരോട് ഞാൻ ചിലപ്പോൾ അവരെ പരദേവതേനെ പറയും. ടാരോയിലാണ് പരദേവതേനെ പറയണത്. ഭദ്രകാളി. മോനോടടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട് മോൻ്റെ കുലദേവത ഭദ്രകാളിയാണ്. ഇങ്ങനെ ഞാൻ പലവരോടും പറഞ്ഞിട്ടുണ്ട്. ദുർഗയാണ്, ഭദ്രകാളിയാണ്, ശങ്കരനാരായണ എനർജിയാണ്, അല്ലെങ്കിൽ ശിവനാണ്, അല്ലെങ്കിൽ വിഷ്ണുവാണ്. ഞാൻ പറയാറുണ്ട്. ആ സ്ഥല സംബന്ധമായിട്ടുള്ള പ്രശ്നം പറയാറുണ്ട്. ഞാനിവരാരും കാണില്ല, വീഡിയോ കോൾ ഞാൻ ചെയ്യില്ല. അത് അവിടെ ഇരിക്കണ എനർജി, എൻ്റെ എനർജി മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ബ്രഹ്മത്തിൽ ലയിക്കുമ്പോൾ നമുക്കിതെല്ലാം കഴിയും. ഞാനൊരു സാധാ ടാരോ റീഡർ അല്ല. എന്നെ വലിയ പൊക്കി പറയുമൊന്നുമല്ല. ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ധ്യാനത്തിൽ കൂടെ എൻ്റെ ശരീരത്തിൻ്റെ പരിവർത്തനം നടത്തിയുള്ള ഒരാളാണ്. ഉപാസനയിലൂടെ, അതായത് ഉപാസന ബലം കൊണ്ട്. ഇപ്പം ചിലർ പറയും ദേവതേനെ ദേഹത്തിരിക്കാൻ പാടില്ലെന്ന്. ദേവത എൻ്റെ ദേഹത്തില്ല. ഞാൻ ആ ബ്രഹ്മത്തിൽ ലയിച്ചിട്ടാണ് ഇരിക്കണത്. അപ്പോൾ ദേവത ദേഹത്തുണ്ടോ? ഇല്ല. അതറിയാത്ത ഒരാൾ പറയും ദേവതേനെ ദേഹത്ത് കയറ്റരുതെന്ന്. ദേഹത്ത് കയറ്റുന്ന വേർഷനാണ് കൊടുങ്ങല്ലൂർ ഉള്ള ഭരണിക്കുള്ള തുള്ളൽ. അത് ദേവത ദേഹത്ത് കയറിയിട്ടാണ് അത് കാണിക്കുന്നത്. ഇവിടെ ദേവത ദേഹത്തില്ല. ഈ ദേവതയും ഞാനും ഒന്നായിട്ടുള്ള സങ്കല്പത്തിലാണ്. ഇനി അതും വിട്ട് ദേവതേനെ മാറ്റി നിർത്തിയിട്ട് വേണം ബ്രഹ്മത്തിൽ ലയിക്കാൻ, അതായത് ആ പരബ്രഹ്മത്തിൽ ലയിക്കാൻ. അപ്പോൾ ഇവിടെ ടാരോ എന്നുള്ള കൺസെപ്റ്റ് എല്ലാതും ഒന്നാണ്. ഇപ്പോൾ എല്ലാ ആൾക്കാരും പലരും പല രീതിയിലുള്ള വസ്ത്രധാരണം, ഭക്ഷണ രീതി, അതുപോലെ ഓരോ ദിവസങ്ങളുടെ രീതി. ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അതുപോലെ തന്നെയാണ് ടാരോ. ഒരുപാട് ജ്യോതിഷം അല്ലെങ്കിൽ ആ ടൂള്, പ്രശ്നം കണ്ടെത്താനുള്ള ടൂള്, ഉപാധി പലതും ഉണ്ട്. എൻ്റെ മുമ്പിൽ ഈ ടാരോ വെച്ചിട്ട് ഇപ്പോഴാണ് ടാരോ ഉണ്ടായുള്ളൂ. ആദ്യമൊക്കെ നേരിട്ടിട്ടാണ് എൻ്റെ മുമ്പിൽ വന്നിരുന്നപ്പോൾ മോനിരിക്കണ പോലെ എൻ്റെ മുമ്പിൽ വന്നിരുന്നാൽ ഞാൻ അവരെ പ്രശ്നങ്ങൾ പറയാറുണ്ട്. ഇപ്പം നേരിട്ട് ആരും കാണാൻ അനുവദിക്കണില്ല. കാരണം എന്താണെങ്കിൽ എനിക്ക് ആ ടൂളുണ്ട്. പിന്നെ ഇവർ നേരിട്ടിട്ട് എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ സംസാരത്തിൽ കൂടെ ഹീലായവരുണ്ട്. എങ്ങനെയാണ് ടാരോ റീഡർക്ക് അത് പറ്റുമോ? പറ്റില്ല. ഉപാസകനെ പറ്റുള്ളൂ. എൻ്റെ എനർജിയിൽ ഹീലായ ഒരുപാട് പേരുണ്ട്. ഒരു ദിവസം നേരം വെളുച്ചാകുമ്പോൾ എൻ്റെ ഫോട്ടോ നോക്കിയിട്ട് പ്രാർത്ഥിച്ച ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരുപാട് പേരുണ്ട്. ഇത് ഗംഗമ്മ പറയുമ്പോൾ തള്ളാന്ന് പ്രേക്ഷകർക്ക് തോന്നാം. അല്ലാന്നുള്ളതിൻ്റെ തെളിവുകൾ ഇത് ചിലർ പറഞ്ഞ തെളിവുകൾ വേണം. എനിക്ക് ആരെയാ അത് പ്രൂവ് ചെയ്യാനുള്ളത്? ആരെ ബോധിപ്പിക്കാൻ? ഞാൻ പുറലോകമായിട്ട് ബന്ധപ്പെടാൻ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആരെയായിട്ടും കാണാൻ അനുവദിക്കില്ല എന്ന് പറയണത്. പബ്ലിസിറ്റി ഉണ്ടെങ്കിൽ എനിക്ക് ലോകത്ത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട കാര്യം ആൾക്കാർക്കില്ല. കാരണം ഗുരുവിനെ അഭയം പ്രാപിക്കുന്നവർക്ക് ഗുരു അനുഗ്രഹം കൊടുത്തില്ലെങ്കിലും സ്വാഭാവികമായിട്ട് മോക്ഷം അല്ലെങ്കിൽ പ്രശ്ന പരിഹാരം സിദ്ധിക്കും. അത് നമ്മുടെ ഗുരുപരമ്പരകളിലെ ഉള്ളത് തന്നെയാണ്. അത് ഗുരു. ഞാൻ അവരോട് പറയും, നിങ്ങൾ എന്നെ വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത്. കാരണം നിന്ദിച്ചിട്ടുണ്ടെങ്കിൽ എന്നിലുള്ള എനർജി റിയാക്ഷൻ ഞാൻ പോലും അറിയില്ല. എന്നെ പറയണത് ഞാൻ കേൾക്കണമെന്നൊന്നുമില്ല. ഒരു ലേഡി ഒരു ദിവസം എനിക്ക് വോയിസ് വന്നു. ഞാൻ ആ വോയിസ് മോൻക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഗംഗാമ്മ പോകണോടത്തൊക്കെ മഴ പെയ്യണത് ഗംഗാമ്മ മഴക്കാലത്ത് പോയിട്ടല്ലേ എന്ന് പറഞ്ഞത് കഴിഞ്ഞ മാസമാണ്. അതായത് ഡിസംബറിൽ. ആ പറഞ്ഞ നേരത്തെ അവരുടെ വീട്ടിൽ മഴ പെയ്യുക. അപ്പം തന്നെ ഒരു വോയിസ് എനിക്ക് എടുത്തിട്ട് തന്നു.
പേടിച്ചിട്ടാ വോയിസ് ഇട്ടത്. ഗംഗാമ്മ പറഞ്ഞത് സത്യമാണ്. ഗംഗാമ്മനെ വിചാരിച്ചിട്ട് ഞാനത് ചിന്തിച്ചപ്പോൾ മോനോട് ഫോണെടുത്ത് ഓടിപ്പോയിട്ട് മോനോട് ഫോൺ എടുത്തുകൊണ്ടാൻ പറഞ്ഞിട്ടാണ് ഗംഗാമ്മ ഞാൻ വോയിസ് ഇടുന്നത് പറഞ്ഞു. ആ വോയിസ് ഞാൻ മോനക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അവരപ്പം തന്നെ മഴ പെയ്തു എന്നാണ് പറഞ്ഞത്. കാരണം എനർജി ഞാൻ എടുത്തു കഴിഞ്ഞു. ഗംഗയുടെ എനർജി എടുത്തത്. ഞാൻ എവിടെ പോയാലും മഴ പെയ്യും, അത് സത്യമാണ്. അത് കാരണം എനിക്ക് ഉത്സവങ്ങൾക്ക് പോയാലും പേടിയാണ്. ഉത്രാളിക്കാവ് പൂരത്തിന് തൊഴാൻ പോയി. വൈകുന്നേരം ആകുമ്പോഴത്തേനും ഗംഭീര മഴ, വെടിക്കെട്ട് മാറ്റി വെച്ചു. ഇത് ഗംഗാമ്മ പോയിട്ടാണ് എന്ന് വേണമെങ്കിൽ പറയും. അല്ല, എനർജി എന്നിലുള്ള ഫ്ലോ ഞാൻ ഏത് ഭാവത്തിനാണ് സ്വീകരിച്ചതെന്ന് എനിക്കറിയാം. അപ്പോൾ ഏതെല്ലാം ഭാവത്തിൽ കൂടെ സ്വീകരിച്ചാലായിരിക്കും ഈ കാർഡുകൾ ഉണ്ടാക്കാൻ പറ്റുക. ഞാൻ ചുമ്മാ ഒരു ലേഡി, ഒരു സ്ത്രീ ആയിട്ടിരുന്നിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. 51 അക്ഷരദേവത കാർഡാണ് എൻ്റെ ആദ്യത്തെ കാർഡ്. 51 അക്ഷരദേവത. അത് ദേവിയാണ് നിർദ്ദേശിക്കുന്നത്. നീ 51 അക്ഷരദേവതേനെ വെച്ച് നീ കാർഡ് ചെയ്യുക. അത് എപ്പോൾ ഞാൻ കേദാർനാഥിൽ പോകാൻ പറഞ്ഞു. കേദാർനാഥിൽ പോകുമ്പോഴാണ് എനിക്ക് ഗംഗയുടെ എനർജി അവിടെ നിന്നാണ് കിട്ടണത്. അതായത് അവിടെ സാധാരണഗതിയിൽ പരമാർത്ഥ നികേതത്തിൽ പോയാലൊന്നും ആർക്കും റൂം കൊടുക്കില്ല. പക്ഷെ ഞാൻ ചെന്നത് എനിക്ക് അവിടെ റൂം കിട്ടി. കാരണം അവിടെ ഈ എന്താ പറയുക, റെക്കമെൻഡേഷനൊക്കെ വേണം അവിടെ റൂം കിട്ടണമെങ്കിൽ. ഞാൻ ചെല്ലണത് വൈകുന്നേരം 7 മണിക്ക്. അന്നത്തെ ദിവസം ആരതി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ കയറി ചെല്ലണം. ആരതി കഴിഞ്ഞവർ പിരിയണു. അപ്പോൾ റൂം ചോദിച്ചപ്പോൾ എനിക്കും സച്ചിക്ക് റൂം കിട്ടി. പക്ഷെ അവിടെ നിന്ന് നിർദ്ദേശം കിട്ടി, കുന്നിൻ്റെ മുകളിൽ ഒരു അമ്പലമുണ്ട്, അവിടെ പോയി തൊഴാൻ. അവിടെ ഒരു മനുഷ്യനില്ല. പക്ഷെ ഞാൻ അവിടെ ചെല്ലണതും മണിയടിക്കുന്ന ശബ്ദം കേൾക്കുക. അവിടെ നിന്ന് വന്നിട്ടാണ് നേരെ ഇവിടെ വന്ന് പിറ്റേ ദിവസത്തെ ഗംഗാരതി വരുമ്പോൾ എനിക്ക് മഹാദേവനെ കണ്ടു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഞാൻ ഋഷികേശിൽ നിന്ന് കണ്ടുള്ളതാണ് ഭഗവാനെ ശരിക്കും. പിന്നീട് എൻ്റെ ജീവിതത്തിൽ യാത്ര വലിയ ഒരു ടേണിങ് പോയിന്റിൽ നിന്ന് വേറൊരു ഇതിലേക്കാണ് പോയത്. അവിടെ നിന്ന് ഇങ്ങോട്ട് എന്നെ വിളിക്കും ഇവർ. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അച്ഛൻ അറ്റാക്കായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ആ മെസ്സേജ് ഞാൻ മോനക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് അയാൾ കോമയിൽ പോയി. ഈ കോമയിൽ പോയ വ്യക്തി എന്നോട് കുട്ടി പറയും, അമ്മ ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുകയാണ്, അച്ഛന് അറ്റാക്കാണെന്ന് പറഞ്ഞിട്ടാണ് അവൾ എനിക്ക് മെസ്സേജ് അയക്കണത്. ഞാൻ അയ്യോ നമ്മളെ ഇതേപോലെ അയ്യോ എന്ന് എഴുതി. വിതിൻ സെക്കൻഡ് നീ പേടിക്കണ്ട, നീ പോകുമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞത്, നീ പേടിക്കണ്ട, നീ പോ. അച്ഛൻ കോമയിലാ. പക്ഷെ ഇവള് ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തുമ്പോഴത്തേനും അച്ഛൻ സംസാരിക്കാൻ തുടങ്ങി. ആ മെസ്സേജ് ഞാൻ ഫോർവേഡ് ചെയ്ത് എൻ്റെ ഗ്രൂപ്പിൽ കിടക്കുന്നുണ്ട്. കാരണം ഞാൻ എന്ത് ചെയ്തു? കാരണം അവിടെ സമർപ്പിച്ചേക്കണ ആർക്കാ? അവളെ ഗുരുവിന്. ഗുരു പ്രപഞ്ചമാണ്, ഞാനെന്ന വ്യക്തിയല്ല. ഞാനൊരു വ്യക്തിയിൽ ഒതുങ്ങണില്ല. ഗുരു പ്രപഞ്ചമാണ്. അത് എന്നിലൂടെയാണ് പാസ്സായിട്ട് കേൾക്കണത്. അത് ആര് കേൾക്കണു? എന്നിരിക്കണ പവർ, ആ യൂണിവേഴ്സൽ എനർജി കേൾക്കുന്നുണ്ട്. ഉടനടി അതവിടെ ഹീലായി. ഡോക്ടർമാർ പോലും അത്ഭുതപ്പെട്ടു. അങ്ങനെ ഡെയിലി നടക്കണ പ്രോസസ്സ് എന്നിലൂടെ നടക്കുമ്പോൾ ഞാൻ എന്തിനാ ഇത് തള്ളു പറയാൻ വന്നിരിക്കേണ്ട കാര്യമുള്ളത്? എനിക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്നോട് സംസാരിക്കുമ്പോൾ ഒരാൾ ഹീലാവണേൻ്റെ ഉത്തരം എന്താണെങ്കിൽ എന്നിലൂടെ ആ പ്രോസസ്സ് നടക്കുകയാണ്. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കണ പ്രോസസ്സ് ഉള്ളിൽ കൂടെ നടക്കണ പോലെ ഓൾറെഡി പ്രപഞ്ചം നടത്തുന്നുണ്ട്. അവിടെ പിന്നെ ഞാനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ടാരോ കാർഡിലേക്ക് തിരിച്ചു വന്നാൽ നമുക്ക് പുനർജന്മത്തിനെ പറ്റി അറിയാൻ പറ്റുന്ന ഒരു കാർഡുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് കേട്ടപ്പോൾ പൂർവ്വജന്മങ്ങൾ അതെങ്ങനെയാ അറിയാൻ കഴിയുക? അതും എടുക്കാൻ ഇത്തിരി എഫേർട്ട് ഉണ്ടാക്കി ഞാൻ. കുറേ ഒരു 2 വർഷത്തെ എഫേർട്ടാണ് പൂർവ്വജന്മങ്ങളുടെ കാർഡ്. അതിൻ്റെ നിർമ്മാണം എന്ന് പറയുമ്പോൾ ഇത് വെറുതെ ഒരു കാർഡ് ഉണ്ടാക്കുകയല്ല. നമ്മളിപ്പോൾ ഈ നാഡി ജ്യോതിഷമൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അത് കുറേ വർഷങ്ങൾക്ക് മുൻപ് എഴുതി വെച്ച അല്ലെങ്കിൽ എഴുതപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഞാൻ തന്നെയാണ് ഇവിടെ എൻ്റെ തന്നെയാണുള്ളത്. അപ്പോൾ പുനർജന്മ ഒരു കാർഡ് നമ്മളുടെ ലോകത്തിൽ കൂടെ, അതായത് ഒരു ലോകസഞ്ചാരം നടത്തിയിട്ടാണ്. എൻ്റെ എനർജി ബോഡി കൊണ്ട് കേട്ടോ, അല്ലാതെ ഞാൻ പോയിട്ടല്ല. ഒരു ദേശത്ത് എങ്ങനെയാണ് ജനിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് ഈ കാർഡിലുള്ളത്. ഇന്ത്യയിൽ മാത്രമല്ല. ഈ കാർഡിൻ്റെ പ്രത്യേകത അതാണ്. പക്ഷെ ഇത് ഏകദേശം കൂട്ടിയും കുറച്ചും എഴുതിയും തിരുത്തിയും വെട്ടിയും തിരുത്തിയിട്ട് ഞാൻ 1 വർഷം ഇതിൻ്റെ പിറകിൽ മാത്രം നടന്നിട്ടുണ്ട്. അതായത് ഊണുറക്കം ഞാൻ ടാരോ റീഡ് ചെയ്യുന്നുണ്ടെങ്കിലും വീട്ടിലെ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ കാർഡ് മാത്രമായിരുന്നു. ഒരു 2 വർഷത്തെ എഫേർട്ട് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു കാർഡ്. അപ്പോൾ ഞാൻ പ്രിയൻ്റെ പുനർജന്മം ഞാൻ നോക്കാൻ പോകണം. പൂർവ്വജന്മം. എനിക്ക് നക്ഷത്രം പേരും ഒന്ന് വേണം, വീട്ടും പേരും വേണം, ഇപ്പോഴത്തെ മതി. അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ ഇതിൽ എടുക്കുക കേട്ടോ. അപ്പം ഞാൻ പ്രിയൻ്റെ പേര് വെച്ച്, നക്ഷത്രം വെച്ച്, വീട്ടും പേരൊക്കെ വെച്ചിട്ടാണ് ഞാൻ പൂർവ്വജന്മം നോക്കുന്നത്. ഒരുപാട് ആൾക്കാരുടെ ഈ കാർഡ് വെച്ചിട്ട് പൂർവ്വജന്മം നോക്കിയ എക്സ്പീരിയൻസ് ഉണ്ട്. അതൊരു എക്സ്പീരിയൻസ് ഞാൻ പറയാം.
2 കാർഡാണ് വന്നത്. അതായത് തങ്ങി നിന്ന് അങ്ങനെ തെന്നി നിന്ന കാരണം കൊണ്ടാണ് 2 കാർഡ് ഞാൻ എടുത്തത്. ഒരു കാർഡ് 36, 37 വളരെ അതിശയമുണ്ട് ആ നമ്പർ. 37 ആദ്യം വന്നു, 36 പിന്നെ വന്നു. ഇവിടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി മുന്നേറിയ വ്യക്തി, അതായത് ക്രൗഞ്ച ദ്വീപത്തിലാണ്, കിഴക്കൻ ഏഷ്യയിലെ ഒരു പക്ഷിയായിട്ടാണ് ജനിച്ചിരുന്നതെന്ന് പറയണത്. ഈ ജന്മത്തിൻ്റെ മുൻപേ 2 ജന്മം നമ്മൾ എടുത്തിട്ടുണ്ട് ഇവിടെ. ഒരു ജന്മത്തിൽ എത്യോപ്യയിൽ, ആഫ്രിക്കയിൽ കർഷക കുടുംബത്തിലായിരുന്നു എന്നാണ് പറയണത്. അവിടെ ചെയ്ത പരിശ്രമങ്ങളെല്ലാം വിജയമാക്കി മാറ്റിയ വ്യക്തിയാണ്. ഇപ്പം കർഷകനായിട്ട് വല്ല ബന്ധമുണ്ടോ? കുടുംബ പാരമ്പര്യം കാർഷിക വൃത്തിയാണ്. അതായത് അങ്ങനെയാണ്, കർഷക കുടുംബത്തിൽ ജനിച്ചിരുന്നു. അതും എത്യോപ്യ, ആഫ്രിക്കയിൽ. പിന്നെ അതിൻ്റെ തൊട്ട് മുമ്പത്തെ ജന്മമാണ് ക്രൗഞ്ചം എന്നുള്ള നമ്മളുടെ കിഴക്കൻ ഏഷ്യയിൽ പക്ഷിയായിട്ടാണ് ജനിച്ച്. ക്രൗഞ്ചം എന്ന് വെച്ചാൽ പക്ഷി തന്നെയാണ്. അങ്ങനെ അങ്ങനെ ഒരു പക്ഷിയാണ്. അതും സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട്, അതായത് പക്ഷികൾ അങ്ങനെയാണ്. ഇവിടെ പക്ഷിയാണെങ്കിലും ആ സാഹചര്യം മനസ്സിലാക്കിയിട്ട് പെരുമാറണ ഒരു വ്യക്തിത്വം. അപ്പോൾ ഇതിലൊക്കെ പറയല് അതിൻ്റെ ഒരു ചെറിയൊരു DNA എങ്കിലും കാണാതിരിക്കില്ല ഇപ്പോഴും. ഒന്ന് കാർഷികമായിട്ടുള്ളത്, പിന്നെ സാഹചര്യങ്ങളനുസരിച്ച് നീങ്ങാൻ പ്രാപ്തനാവും. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നുണ്ട് വളരെ ശരിയാണെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. കാരണം കാർഷിക വൃത്തിയോട് വളരെയധികം അടുത്ത ഒരു കുടുംബമാണ് അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും താല്പര്യമുള്ള മേഖലയും അതാണ്. വലിയ സ്വപ്നങ്ങൾ ജീവിതത്തിൽ എല്ലാ മനുഷ്യർക്കുള്ള പോലെ ആ കാര്യത്തിലാണ് എൻ്റെ ഭാവി ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളെല്ലാം ഉള്ളത്. തീർച്ചയായിട്ടും എനിക്ക് അതുപോലെ തന്നെ സാഹചര്യങ്ങൾ എങ്ങനെയാണോ അതിനനുസരിച്ച് വളരെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ എനിക്കത് രണ്ടും എൻ്റെ 2 കാർഡ് ചില ആൾക്കാരുടെ മിക്കവാറും 2-3 കാർഡ് തന്നെ എടുക്കുള്ളൂ. 3-4 ജന്മങ്ങൾ വരെയൊക്കെ ഇടുന്നു. അതൊരു പയ്യൻ്റെ, ഞാൻ ഈ കാർഡ് ഉണ്ടാക്കിയിട്ട് ആദ്യമായിട്ട് അവരൊരു UK മലയാളി, US മലയാളിയൊക്കെയാണ്. അപ്പോൾ അവരുടെ 3 പേരുടെ റീഡിങ് എനിക്ക് ബുക്കിംഗ് എടുത്തു. അച്ഛൻ്റെ അമ്മയുടെയും. മകൻ്റെ റീഡിങ് ബുക്ക് ചെയ്തപ്പോൾ പാസ്റ്റ് ലൈഫ് റീഡിങ്ങാണ്. എൻ്റെ കയ്യിൽ കാർഡില്ല. ഞാൻ എൻ്റെ കാർഡ് ഉണ്ടാക്കുന്ന സമയമാണ്. ഞാൻ പറഞ്ഞു ഇന്ന ദിവസം എൻ്റെ കയ്യിൽ കാർഡ് അടിച്ചു കിട്ടും, അതിന് ശേഷം ഞാൻ നിങ്ങളുടെ മകൻ്റെ റീഡിങ് എടുക്കാമെന്ന് പറഞ്ഞു. അതിൽ കിട്ടിയൊരു കാർഡ് കണ്ടിട്ട് എനിക്കും സത്യം പറഞ്ഞ വിഷമമായി. കാരണം ആ പയ്യന് ഒരു ഡിസേബിൾ, അതായത് നമുക്ക് എന്തെന്നാ പറയുക, കുട്ടി നല്ല ആരോഗ്യമുണ്ട്, പക്ഷെ അവൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പ്രാപ്തനല്ല. അപ്പോൾ കിട്ടിയ കാർഡ് എന്താ വെച്ചാൽ ഈജിപ്തിലാണ് മറ്റേ നമ്മളുടെ ഈ തല വെട്ടണ ഒരു ഇതുണ്ടല്ലോ, മനുഷ്യരുടെ, അതായത് മനുഷ്യന്മാരൊക്കെ ക്രൂര വിനോദത്തിന് തല വെട്ടിയിരുന്ന ജനതയിൽ പെട്ടതാണ് എന്നാണ് കിട്ടിയത്. സത്യമാണ്. അത് വായിച്ചു നോക്കുമ്പോൾ അവരും ഞെട്ടിപ്പോയി. കാരണം അതുതന്നെയാണ് ഈ കുട്ടി ഇപ്പോൾ ഇവിടെ അനുഭവിക്കണത്. അവനത് അനുഭവിക്കണത്. അപ്പോൾ ഈ ഒരു കാർഡ് കൊണ്ട് അനവധി ആൾക്കാരുടെ, ഏകദേശം 100 പേരുടെ ഒക്കെയാണ് ടാരോ പാസ്റ്റ് ലൈഫ്, ഏകദേശം 10,000-3000 പേരുടെ റീഡിങ് എടുത്തതിൽ 100 പേരുടെ ഞാൻ പാസ്റ്റ് ലൈഫ് റീഡിങ് എടുത്തിട്ടുണ്ട്. അതൊരു പയ്യൻ തന്നെ നമ്മുടെ ഇൻ്റർവ്യൂവിൽ ഒരു കമൻറ്റ് ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ പാസ്റ്റ് ലൈഫ് റീഡിങ്ങിൽ അവർ ബെറ്ററാണ്, പക്ഷേ ഗംഗാമ എന്ന് വിളിക്കാൻ അവർ പറയുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്നെ വേണമെങ്കിൽ എന്തോ വിളിച്ചോട്ടെ, നമുക്ക് അതിലൊരു പരാതിയില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ വിളിയോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല, ഇവരെങ്ങനെ ഹീലാവുമെന്ന് ഞാൻ നോക്കുള്ളൂ. അല്ലാതെ അപ്പോഴേ എനിക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ ഇവരെ പ്രശ്നങ്ങൾ. പാസ്റ്റ് ലൈഫ് റീഡിങ് ചില ആൾക്കാർ പ്രശ്നങ്ങളിൽ കുടുങ്ങി കിടക്കുമ്പോൾ ചില ആൾക്കാർ പാസ്റ്റ് ലൈഫ് ഒന്ന് തിരയാൻ വരും. പൂർവ്വകർമ്മയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാരണം ആ പയ്യനൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അത് അവൻ ജനിച്ച് തന്നെ കർമ്മഹീലാവണം. വേറൊരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് ഇന്ന ഇതാണ് അതിന് പ്രശ്ന പരിഹാരം എന്ന് പറയാം. പക്ഷെ ഇത്തരം കാര്യങ്ങൾക്ക് വേറൊരു പരിഹാരമില്ല. ഇവിടെ ഇപ്പോൾ ഒരു നെഗറ്റീവ് ഇല്ല. കാരണം ഒരു നെഗറ്റീവും ചെയ്തിട്ടില്ല. സാഹചര്യങ്ങളോടൊത്ത് ജീവിച്ചിരുന്ന ഒരു പക്ഷിയും പിന്നെ ഉള്ളത് കർഷക കുടുംബത്തിൽ ജനിച്ച ഒരു കാർഷിക വൃത്തിയിൽ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. രണ്ടിലും നെഗറ്റീവ് ഇല്ല. പക്ഷെ നെഗറ്റീവ് കാർഡ് അതിലുണ്ട്. അത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഈ ജന്മത്തെ, ഈ ജീവിതത്തെ ബാധിക്കും. തീർച്ചയായിട്ടും ബാധിക്കും. അത് പരിഹരിക്കാനും പറ്റും. ചിലത് ഇപ്പം ഇങ്ങനത്തെ കാര്യം, ഇപ്പോൾ അന്ന് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ജനത ഒക്കെ പറയുമ്പോൾ അത് പരിഹരിക്കാൻ പറ്റില്ലല്ലോ. ആരൊക്കെ അപ്പം പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പുനർജനിച്ച് ഈ പയ്യൻ ജനിച്ചതിൻ്റെ ഒപ്പം ഉണ്ടെങ്കിലല്ലേ അത് ഹീലാവുള്ളൂ. കർമ്മ അനുഭവിച്ച് തീരും. അല്ല, ഇത് ഇപ്പൊ പരിഹാരം നമ്മൾക്ക് അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ എങ്ങനെയാ പരിഹാരം കാണാൻ കഴിയുക? അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇല്ല. കാരണം ഇപ്പൊ ഒരാൾ ചെയ്തു സത്കർമ്മങ്ങൾ ചെയ്തിട്ട് കാര്യം, സത്കർമ്മങ്ങൾ ചെയ്യാം, പക്ഷെ ആ കുട്ടിക്ക് അതും ചെയ്യാൻ പറ്റില്ല. മെന്റലി ഡിസേബിൾ ആണല്ലോ. നമ്മൾ ഈ പറയുന്ന കർമ്മഫലമായിട്ട് അനുഭവിക്കേണ്ടി വരും. 18 വയസ്സും അങ്ങോട്ട് ആയിട്ടുണ്ട്, പക്ഷെ അവന് അവൻ്റെതായ കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയില്ല.
അപ്പോൾ അങ്ങനെ ഇത് ടാരോ കാർഡിനൊപ്പം തന്നെയാണ് റീഡ് ചെയ്യാറുള്ളത് അല്ലേ? മെയിൻ കാർഡിനൊപ്പം തന്നെയാണ്? ഇല്ല, പാസ്റ്റ് ലൈഫ് ആണെങ്കിൽ ഇത് മാത്രമേ അത് എടുക്കുള്ളൂ. മാത്രമേ എടുക്കുള്ളൂ. പാസ്റ്റ് ലൈഫ് ആണെങ്കിൽ അതെ. ഗൈഡൻസ് കൊടുക്കാൻ ബട്ടർഫ്ലൈ, ആ. പ്രശ്നങ്ങൾ കണ്ടെത്താൻ അവന് രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അവന് ഇന്ന നെഗറ്റീവ് കാർഡാണ് ശരിക്കും ടാരോ. അതെ. ഗൈഡൻസ് അല്ല, ടാരോ Guidance, മിത്തിക് ടാരോ അല്ലെങ്കിൽ ബിഗിനിങ് ടാരോ ഒക്കെ നെഗറ്റീവ് പ്രശ്നങ്ങൾ കണ്ടെത്താനുള്ളതാണ്. ഈ സുഖമുള്ള ആൾക്കാർ ആരെങ്കിലും ടാരോ റീഡ് ചെയ്യാൻ വരുമോ മോനെ? അത് വെറും ഒരു ടൈം പാസിന് മാത്രം. അതുകൊണ്ടാണ് 60 വയസ്സ് കഴിഞ്ഞവരുടെ ടാരോ റീഡ് ചെയ്യാത്തത്. അതെ. കാരണം ഒരുപാട് പരാതികൾ വന്നു എനിക്ക്. 60 വയസ്സായ ആൾക്കാരുടെ ടാരോ റീഡ് ചെയ്തില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരു ഡോക്ടർ എന്നെ ആയിട്ട് കൊമ്പ് ഓർക്കാൻ വന്നത്, നിങ്ങളിപ്പോൾ ഒരു എന്താ പറയുക, എമർജൻസി സിറ്റുവേഷനിൽ ആൾ ഡോക്ടറാണ്, അപ്പോൾ ഞാൻ ചെല്ലുകയാണെങ്കിൽ അവിടെ ഇന്ന ആൾക്ക് ഏജ് നോക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ആൾ പറഞ്ഞു. പക്ഷേ നമ്മളങ്ങനെ വെച്ചിട്ടുണ്ട്. കാരണം ഈ യൂട്യൂബ് നോക്കിയിരിക്കുക കൂടുതലും ഏജ് ആയ ആൾക്കാരായിരിക്കും അല്ലേ, അതെ. 60-70 വയസ്സായ ആൾക്കാരായിരിക്കും. പക്ഷേ ഒരു 10, 15, 20 വയസ്സിൻ്റെ ഇടയിലുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ ടൈം ഡേറ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അതെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചേക്കുന്നത്, 10 to 60, 10 വയസ്സ് മുതൽ 60. കാരണം ഈ ടൈം ഡേറ്റ് എല്ലാം അവർക്ക് പോയി ചിലപ്പോൾ ചുമ്മാ നേരം പോക്കിന് വേണ്ടിയിട്ട് ടാരോ റീഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ചുമ്മാ ഗംഗാമ്മയുടെ അടുത്തുനിന്ന് ടാരോ റീഡ് ചെയ്തേക്കാം. അങ്ങനെയാണെങ്കിൽ ഇഷ്ടംപോലെ ടാരോ റീഡറുണ്ട്. പ്രശ്നത്തിൽ കെട്ട് കിടക്കുന്ന ആൾക്കാർക്ക് ഒരു അനവധി പ്രോബ്ലം അങ്ങനെ വന്നിട്ട്, ഞാൻ അങ്ങനെ വെക്കാൻ കാരണം നമ്മുടെ ഇൻ്റർവ്യൂ വന്നിട്ട് വടയാറിൻ്റെ ഇൻ്റർവ്യൂ കണ്ടിട്ട് ഞാൻ ഒരാൾ എനിക്ക് മെസ്സേജ് അയക്കുകയാണ്. അയാളുടെ ടാരോ റീഡിങ് എടുത്തു കൊടുത്തു, 70 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അയാളിപ്പോൾ എല്ലാ വീഡിയോയിലും നെഗറ്റീവ് കമൻറ്റ് കൊണ്ട് ഇട്ടുകൊണ്ടിരിക്കുക. അന്ന് 1000 രൂപയേ ഉള്ളൂ. എന്നിട്ട് ഈ കാർന്നൊരിത്തിരി വയസ്സായ ആളെന്താ പറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ, വടയാറിൻ്റെ TV ചാനൽ കണ്ടിട്ട് എൻ്റെ പൈസ പോയിന്ന്. അയാളേക്ക് 50,000 ഞാൻ വാങ്ങിയിട്ടുണ്ടോ? എന്താ കാരണം വെച്ചാൽ അയാൾക്ക് പരിഹാരത്തിന് ഞാൻ പോയില്ല എന്ന്. പരിഹാരം ചെയ്ത് കൊടുക്കാൻ നമ്മൾ പറയുന്നില്ലല്ലോ. ഇല്ല. പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയല്ലേ ടാരോ കാർഡ്? അപ്പൊ അവരുടെ ചിന്ത എന്തുകൊണ്ടാ? അതായത് ആ ആളുടെ വെറുതെ പറയാണ്. എന്നാൽ ഇത് ചെയ്ത് പരിഹാരമായ ആൾക്കാർ തിരിച്ച് ഏറ്റവും കൂടുതൽ മലയാളികൾ, വിദേശ മലയാളികളാണ് എൻ്റെ അടുത്ത് ടാരോ റീഡിങ് എടുത്തത്. കാരണം അവർക്ക് ഒന്ന് പറയാൻ വേറെ ആൾക്കാരില്ല. അത് കാരണം കൊണ്ട് ഇവരെ പ്രശ്നങ്ങളെങ്കിലും ഹീലാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഈ ഗൈഡൻസ് കാർഡിന്റെ കാര്യം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അതിലും ഈ പറയുന്ന പ്രശ്നങ്ങളുടെ പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുമോ അതിലൂടെ? ഇല്ല, ഇത് ഗൈഡൻസ് മാത്രമാണ്. ഗൈഡൻസ് മാത്രം. നമ്മൾ Guidance എന്ത് മാത്രം. ഇപ്പൊ ഞാൻ പ്രതിസന്ധി നിൽക്കുകയാണ്, ആ. എനിക്കൊരു പ്രശ്നം അതിനുള്ള എന്ത് വഴി സ്വീകരിക്കണം എന്ന്. അല്ല, ഇപ്പൊ നമ്മളൊരു പ്രശ്നം വന്നു, ഇപ്പൊ എന്നോട് ചോദിക്കുകയാണ് ഗംഗാമ്മ എനിക്ക് ടാരോ റീഡിങ് എടുക്കണം. അപ്പോൾ അവരോട് ടാരോ ഞാൻ റീഡിങ് എടുക്കും. ടാരോ റീഡിങ് എടുത്തിട്ട് ഇന്നതാണ് പ്രശ്നം. അപ്പം ഞാൻ ചില ആൾക്കാരോട് നിനക്ക് ചൊവ്വാദോഷമുണ്ട് ജാതകത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ശനിദോഷമുണ്ട്. ഞാൻ ടാരോ കാർഡ് വെച്ചിട്ടാണ് പറയണത്. അതുപോലെ തന്നെ ഇപ്പോൾ ബുധദശയാണ് അല്ലെങ്കിൽ ചന്ദ്രദശയാണെന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറയും ഗൈഡൻസ് ഇന്നതാണ്, ഇതാണ് ഗൈഡൻസ് നിനക്കുള്ളത്. അപ്പം അതിലേക്ക് എത്താൻ അവൻ ആദ്യം കോൺഫിഡൻസ് ലെവൽ കൂട്ടിക്കൊടുക്കുക. എപ്പോഴാണ് നമുക്ക് കൊറോണ ബാധിച്ചത്? നമ്മുടെ ശരീരത്തിൽ പ്രതിരോധ ശേഷി ഇല്ലാത്ത കാരണം കൊണ്ട്. ഞാൻ കൊറോണ കാലത്ത് നടന്ന് പൂജ ചെയ്യണ സമയം എനിക്ക് കൊറോണ ബാധിച്ചില്ല. അപ്പം എന്തുകൊണ്ടായിരിക്കാം? ആ രോഗമാണ് പ്രതിരോധിച്ചിട്ടുണ്ടായിരിക്കുക എൻ്റെ എനർജി. അപ്പോൾ ഒരാൾക്ക് പ്രശ്നം എപ്പോഴാണ് ബാധിക്കണത്? അവന് പ്രതിരോധശേഷി ഇല്ലാണ്ടാകുമ്പോൾ. ഈ പ്രതിരോധശേഷി ഉണ്ടാക്കാനുള്ളതാണ് ഞാൻ സെൽഫ് ഹീലിങ്ങും ശിവകവച പ്രൊട്ടക്ഷനും മന്ത്ര പ്രൊട്ടക്ഷനും ഞാൻ ഇവർക്ക് കൊടുക്കണത്. ഞാൻ തന്നെ തയ്യാറാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒരു തേങ്ങ കറുപ്പ്, ഒരു തേങ്ങ മഞ്ഞ, ഒരു തേങ്ങ ചുമപ്പ്, ഈ 3 തരം തേങ്ങ തയ്യാറാക്കിയിട്ട് അവനവനെ കൊണ്ട്, അവൻ്റെ പ്രശ്നം അവനവനെ കൊണ്ട് തീർപ്പിക്കണ മെത്തേഡാണ് ഞാൻ ചെയ്യണത്. അല്ലാതെ നിങ്ങൾ പിന്നെ ചില ആൾക്കാർക്ക് അമ്പലത്തിൽ പോയി ചെയ്താൽ തന്നെ സമാധാനമാവുള്ളൂ. അപ്പോൾ ഞാൻ പറയും 12 വെള്ളിയാഴ്ച ഇന്ന ക്ഷേത്രത്തിൽ പോയിട്ട് ഇന്നത് ചെയ്യൂ. കാരണം അവന് സമാധാനം വേണ്ടേ? അവൻ ചെയ്യണ കോൺഫിഡൻസ് കിട്ടിയില്ലെങ്കിൽ അവനവിടെ. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ചെയ്തവർക്കൊക്കെ ഫലമുണ്ട്. ഇപ്പം ഇത് കഴിഞ്ഞ ആഴ്ച മാർച്ച് 10-ാം തീയതി ഒരുത്തൻ, അത് ഞാൻ മോനക്ക് ഫോർവേഡ് ചെയ്ത് തന്നിട്ട്, മാർച്ച് 10-ാം തീയതി റീഡിങ് എടുത്തിട്ടുള്ളൂ. ഇന്നിപ്പോൾ 27 ആയിട്ടുള്ളൂ. 17 ദിവസത്തിൻ്റെ ഉള്ളിൽ അവൻ്റെ ലൈഫ് ചേഞ്ചാണത്. ഞാനൊന്നും ചെയ്തിട്ടില്ല. അത് അവനെ കൊണ്ട് തന്നെ അവൻ്റെ പ്രശ്നം സോൾവ് ചെയ്യിപ്പിക്കണ പരിപാടി. ഇത് ടാരോ റീഡിങ്ങേഴ്സ് അങ്ങനെ ചെയ്യില്ല. ഇല്ല. അപ്പം പിന്നെ എനിക്ക് വേണമെങ്കിൽ ഇപ്പം നോർത്തിലൊക്കെ എത്ര പൈസ വാങ്ങണുണ്ട് ഒരു സിറ്റിങ്ങിന്. ഞാൻ അക്ഷരദേവത എന്ന് പറഞ്ഞില്ല, അക്ഷരദേവതകളെ കൊണ്ട് അതെന്താണ്? എന്ത് പരിഹാരമാണ് അതിലൂടെ? അതിൽ പരിഹാരമില്ല. ഇതൊന്നും പരിഹാരത്തിന്റെ ടൂളേ അല്ല. പരിഹാരത്തിന്റെ ടൂളല്ല. ഈ 51 അക്ഷരങ്ങളിലൂടെ എന്താണ് അപ്പൊ പറയുന്നത്? അതും ആദ്യം ഉണ്ടാക്കിയ കാർഡാന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നിർദ്ദേശങ്ങൾ തന്നെയാണ്, ഗൈഡൻസ് തന്നെയാണ്. അതിലൂടെ നമ്മുടെ എന്ത് വഴി സ്വീകരിക്കണം എന്ന്. അതെ, ഗൈഡൻസ്. പ്രശ്നങ്ങളെ കണ്ടെത്താനുള്ളത് മിത്തിക് ടാരോ ആണ്. മിത്തിക് ടാരോ, ബാക്കിയെല്ലാം ഗൈഡൻസ് ആണ്. കാരണം ഇത് ടാരോയും ഒറാക്കിൾ കാർഡും രണ്ടാണ്. ഒറാക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിപാട് ആരുടെയാ? യൂണിവേഴ്സൽ വെളിപാട്.
അതാണ് ഇത്. എന്നിലൂടെ ആ പ്രപഞ്ചം പറയണു അവരോട്. ഇപ്പം മോനെന്താ ചോദിച്ചു എന്നോട്, എൻ്റെ ഗുരുവിനെ എന്ത് കണ്ടെത്തും? അതെ. അപ്പം ഉത്തരം എന്തായിരുന്നു? നിന്നിലാണ് ആ ഗുരു ഗുരു, ഉള്ളത്, നീ അതെ. തെരയും നിന്റെ ഗുരുവിനെ. നിന്റെ അതെ ഉള്ളിൽ എനിക്ക് തെരയാനല്ലേ പറഞ്ഞത്. അതെ അതെ അതാണ് എംപ്രസ് ന്യൂ പാത്ത്. നീ നിന്നിലെ ആദ്യം നമ്മൾ പ്യൂരിഫൈ ആവണം. അതെ. ആ ഗുരു നമ്മൾ സ്വയം പുതിയ വഴി കണ്ടെത്തുക. അതെ, അതെ പുതിയ വഴി കണ്ടെത്തുക. ആദ്യം പുതിയ വഴി കണ്ടെത്തുക, നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ തിരിയാന്നാണ് അർത്ഥം. അതെ നമ്മൾ പുറത്താണ് തേടുന്നത്. എല്ലാവരും ഗംഗാമ്മ എപ്പോഴും പറയും ഗംഗാമ്മയ്ക്ക് ഗുരു ഇല്ല. എന്തുകൊണ്ട് ഗുരു ഇല്ലാണ്ടായി? എല്ലാവരും ഞാൻ പോയി തേടിയിട്ടുണ്ട്, ഇവരാരും എന്നെ സ്വീകരിച്ചില്ല. പക്ഷേ എൻ്റെ ഗുരു എൻ്റെ ഉള്ളിലുണ്ട് എന്ന് എന്നെ പഠിപ്പിച്ചത് പ്രപഞ്ചമാണ്. ഞാൻ എന്നിലേക്ക് തരുന്നപ്പോഴാണ് ഇതൊക്കെ ഉണ്ടായത്. അതെ. നമ്മളിലൊക്കെ എല്ലാവരിലും ഇതൊക്കെ ഉണ്ട്. അത് തേടുക, കണ്ടുപിടിക്കുക, ഇത്രയേ ഉള്ളൂ. തീർച്ചയായും. നന്ദി മാതാജി. നമസ്തേ.